ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ഗൈഡൻസ് നോക്കാം. ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് എന്താ നോക്കാം. ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് യൂണിവേഴ്സിൽ നിന്ന്? ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട നിങ്ങൾക്കുള്ള ഒരു സന്ദേശം, മെസ്സേജ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. എംപറർ, 7 of Swords, 5 Pentacles, Knight of Swords, ഓക്കെ. ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ നിന്നൊരു വ്യക്തിയായിരിക്കാം, ജോലിയിൽ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലൈഫിൽ തന്നെ. ഓക്കെ, മേ ബി നിങ്ങൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ ഒരു കുറച്ചുകൂടി സീനിയർ ലെവലിൽ നിന്ന വ്യക്തികളായിരിക്കാം, നല്ല ജോലിയിൽ നിന്ന വ്യക്തികളായിരിക്കാം. ഇതിപ്പോൾ വേറെ കൂടുതലും കരിയർ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, കൂടുതലും കരിയറിൻ്റെ കാര്യത്തിലാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലും പറയാം. എംപറർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാരീഡ് പേഴ്സൺ എന്ന രീതിക്ക് എടുക്കും. അതിപ്പോൾ നിങ്ങൾ ജെൻസ് ആവാം, ലേഡീസ് ആവാം, രണ്ടും ആവാം. ഓക്കെ, മേ ബി നിങ്ങളുടെ മാരേജിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഇപ്പം ഇവിടെ എനിക്ക് കാണുന്നത് ഒരു ചില നഷ്ടങ്ങൾ വന്നതായിട്ടാണ്. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ ചതിച്ച് കാണാം, ചീറ്റ് ചെയ്ത് കാണാം. ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ വന്ന് കാണും. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, പുറത്താക്കിയ പോലെ ആയി എന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച് കാണാം. ചിലപ്പോൾ ജോലിയിൽ നിന്ന് പെട്ടെന്ന് അതും ആരെങ്കിലും പിന്നിൽ നിന്ന് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രശ്നമായി എന്ന രീതിക്ക് പറയാം. മേ ബി ഓൾമോസ്റ്റ് ജോലി നഷ്ടപ്പെട്ടു, കുറച്ച് പേർക്ക് ജോലി നഷ്ടപ്പെട്ട് കാണാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരെ എത്തി കാണും. നിങ്ങളെ ആരെങ്കിലും പിന്നിൽ നിന്ന് ചതിച്ചതായിരിക്കാം. ഓക്കെ, മേ ബി കൂടെ നിൽക്കുന്നവരെന്നെ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് പിക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു ജോലി ലോസ്, അല്ലെങ്കിൽ ഈവൻ ഫാമിലിയിലായാലും എന്തെങ്കിലും നഷ്ടം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പണം നഷ്ടമാവാം. ഓക്കെ, ചിലപ്പോൾ പണം നിങ്ങളുടെ ആരെങ്കിലും എടുത്തതായിരിക്കാം, അങ്ങനെയും പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പണം നഷ്ടം, ഈവൻ ചിലപ്പോൾ ജസ്റ്റ് കളവ് പോയി എന്ന രീതിക്കും ആവാം കേട്ടോ, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് പണം കളവ് പോയി എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സിറ്റുവേഷൻ നോക്കുകയാണ് ഞാൻ. നിങ്ങളുടെ ഒരു പൊസിഷൻ, ഓക്കെ, നിങ്ങളുടെ ഒരു പൊസിഷനിൽ നിങ്ങൾ താഴെ വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് നഷ്ടപ്പെട്ട പോലെ. ഓക്കെ, നിങ്ങൾ എല്ലാമായി നിന്നതിൽ നിന്ന്, ഓക്കെ, നിങ്ങളൊന്നുമില്ലാത്ത ഒരു ലെവലിലേക്ക് വന്ന പോലെ. ഓക്കെ, അതായത് പെട്ടെന്ന് ഒരു സഡൻ ആയിരിക്കാം ചിലപ്പോൾ. കാരണം ഇവിടെ ഹാങ്മാൻ സിറ്റുവേഷൻ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, എന്തായാലും ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. എന്തായിരിക്കാം സിറ്റുവേഷൻ എന്ന് എന്തെങ്കിലും എനിക്ക് നിങ്ങൾക്കൊരു എനിവേ, നമ്മൾ സ്പെസിഫിക് ആയിട്ട് പോകാതിരിക്കാൻ നല്ലത്. ഫാമിലിയുടെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഫാമിലിയിലായിരിക്കാം ചിലപ്പോൾ, ഈവൻ അതർവൈസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയ കാര്യങ്ങളായിക്കോട്ടെ, സാരമില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കിയെന്ന് മാത്രം. ഓക്കെ, എന്തായാലും നിങ്ങളിപ്പോൾ ഐ തിങ്ക് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കുറേ നഷ്ടങ്ങളൊക്കെ വന്നപ്പോൾ ഐ തിങ്ക് നിങ്ങൾ വല്ലാതെ ഒരു വിഷമിക്കുന്നുണ്ട്. നിങ്ങളൊരു നല്ല ഒരു സ്പേസിലല്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ നല്ലോണം ലോസ് തന്നെ നിങ്ങൾക്ക് വന്ന് കാണാം, ജോലി നഷ്ടപ്പെട്ട് കാണാം. ഇപ്പോൾ പണത്തിന് തന്നെ വേണ്ടി നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരിക്കാം. ആരുമില്ല നിങ്ങൾക്ക് കൂടെ, നിങ്ങൾ പുറത്തായി എന്ന രീതിക്കൊക്കെ ഉണ്ടാവും. സോ ഇവിടെ ഓക്കെ, ഇപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും ലൈഫിൽ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ബട്ട് ഇവിടെ ഈ ഒരു പൊസിഷൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ പേഴ്സൺ എപ്പോഴും ഇതിവിടെ ഒരു സുഖമായിട്ടാണ് കിടക്കുന്നത്, അല്ലാതെ അവർ വിഷമിച്ചോ വേദനിച്ചോ കിടക്കുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ, ബട്ട് ഇപ്പോൾ നിങ്ങൾ ഐ തിങ്ക് ഈ ഒരു സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്ന രീതിക്ക് നമുക്ക് പറയാം. നിങ്ങൾ ഈ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ചിലത് മനസ്സിലാക്കാനുള്ള സമയമായിരിക്കും, ചിലത് കൂടുതൽ പഠിക്കാനുള്ള സമയമായിരിക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക, വേറെ എന്തെങ്കിലും കാര്യം. ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അത് നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സമയം യൂട്ടിലൈസ് ചെയ്യുക. ഹാങ്മാൻ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒന്നും നടക്കുന്നില്ല, ഒന്നും കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല എന്ന രീതിക്കാണ്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങളോട് ആക്ച്വലി കുറച്ചുകൂടി നിങ്ങളുടെ എന്തൂസിയാസം കളയണ്ട. അതായത് നിങ്ങളുടെ എന്തും ആൾക്കാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, അതായത് നമ്മളുടെ പണം എടുത്തുകൊണ്ട് പോകാം, നമ്മളുടെ എന്തും ആയിക്കോട്ടെ. ഓക്കെ, റിലേഷൻഷിപ്സ് പോകാം, നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് എല്ലാം നഷ്ടപ്പെടും. പക്ഷെ നിങ്ങളുടെ ഒരു പവർ, അത് നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ പഠിപ്പ്, നിങ്ങളുടെ കഴിവുകൾ, ഇതൊന്നും ആർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ, ആർക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് എടുത്ത് മാറ്റാൻ സാധിക്കില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു കഴിവിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം.
ഓക്കെ. ആൻഡ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സമയം മാറി വരും, നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കും, നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് പറയുന്നത്. ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും എന്നാണ് പറയുന്നത്. യെസ്, ഒരു മോശം പീരീഡ് ഉണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറുന്നുണ്ട്. പക്ഷേ ആ മാറ്റം അത് നിങ്ങളെ ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ഗ്രോത്തിലേക്കാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ സംയമനം പാലിക്കുക. ആദ്യത്തെ കാര്യം. ഓക്കെ, നഷ്ടങ്ങളെ യെസ് വിഷമം തന്നെയാണ്, എനിക്ക് മനസ്സിലാവും. പക്ഷെ നല്ല യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഉണ്ടായിരുന്നു താഴെ. ഞാനിത് ജസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, നിങ്ങൾക്ക് ഏസ് ഓഫ് കപ്സ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, നഷ്ടത്തിനെ കുറിച്ച് ഓർക്കാതിരിക്കുക. നിങ്ങൾക്ക് വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്, ശരിയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വന്നത്. ഓക്കെ, പെട്ടെന്നായിരിക്കും സംഭവിച്ചത്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷ കാണില്ല. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ധൈര്യത്തിൽ മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശാന്തമാക്കി വെക്കുക. എന്നാലേ നിങ്ങൾക്കൊരു ഫോക്കസ് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കൺട്രോൾ വെക്കാം, അവനവൻ്റെ മേലെ നിങ്ങളൊരു കൺട്രോൾ വെക്കാം. ഓക്കെ, ഒരുപാട് തകരാതെ നിങ്ങൾ പിടിച്ചു നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് വേറെ നല്ല ബ്ലെസ്സിങ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്ട്രെങ്ത് വെക്കുക, നിങ്ങളുടെ ഒരു ധൈര്യം വെക്കുക, നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ, അത് കൊണ്ടുവരിക പുറത്തേക്ക്. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാലും ശരി, നിങ്ങൾക്ക് അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാതെ ആയാലും ശരി, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പഠിപ്പ്, നിങ്ങളുടെ സ്വന്തം ആയിട്ടുള്ള ചില ഇതുണ്ട്, അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ, യൂണിവേഴ്സ് പറയുന്ന സമയം മാറി വരും. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കളയല്ല. ഓക്കെ, അത് നമുക്ക് നോക്കാം, അത് എന്താ സംഭവിക്കുന്നത് പിന്നീട് നോക്കാം. പക്ഷെ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് അവിടെ ആ പവറിലേക്ക് വരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കാർഡ് അവിടെ പറന്നുപോയി. സ്മോക്ക് ആൻഡ് മിറേഴ്സ്. ചില കാര്യങ്ങൾ നിങ്ങൾ മറിഞ്ഞിരുന്നത് മനസ്സിലാക്കും എന്നൊക്കെയാണ്. ഗുഡ്. 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. സ്മോക്ക് ആൻഡ് മിറേഴ്സ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വരുമോ നോക്കാം. പിന്നെ സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. യെസ്. ഓക്കെ, ഓപ്പണിംഗ് ടു ഡിസ്കവറി. യെസ്. മാക്സ് മേക്കിംഗ് ദ ലയൺ. സ്ട്രെങ്ത്തിൻ്റെ കാർഡ് വന്നില്ലേ, സെയിം എനർജിയാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ ബെയറിംഗ് ഫ്രൂട്ട്. യെസ്, ഗുഡ്. ആൻഡ് ബിയോണ്ട് ദി ഓർഡിനറി. യെസ്, നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി കഴിവുകളുണ്ട്, നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ സാധാരണ ഒരു വ്യക്തിയല്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം പരീക്ഷണങ്ങൾ, ഗ്രേറ്റ് ബിഗ് ലവ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഹയർ വ്യൂ. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അതൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത്, കിട്ടില്ല എന്ന് വിചാരിക്കരുത്. ചിലതൊക്കെ ഇടയിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോകുന്നതൊക്കെ ചിലപ്പോൾ നമ്മളെ ബെറ്റർ ആക്കാനായിരിക്കും. ഓക്കെ, നമ്മൾ വീണ്ടും പരിശ്രമിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് വീണ്ടും എന്തൊക്കെയോ പഠിപ്പിക്കാനും പരിശ്രമിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് വയ്ക്കുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എല്ലാം പോയി, നമ്മുടെ കയ്യിൽ നിന്ന് പണം പോയി, ജോലി പോയി, ഫാമിലി പോയി, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, എല്ലാം പോകുമ്പോഴും പക്ഷെ നിങ്ങൾ വേറെ എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും ദൈവം തന്നിട്ടുണ്ടാവും. ഇല്ല എന്ന് പറയരുത്, ഉണ്ടാവും, 100% ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, യെസ് ഉണ്ട്, വേറെ ചിലത് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് കിട്ടുന്നുണ്ട് ബ്ലെസ്സിങ്, ദൈവം വേറെ വഴിക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഗ്രാറ്റിറ്റ്യൂഡ്, അതിനുള്ള എപ്പോഴും നന്ദി യൂണിവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ലതല്ലാത്തതിനെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് മാറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് അതെടുത്ത് മാറ്റുന്നതും പോകുന്നതും. ആ പോകുന്നത് നിങ്ങൾക്കുള്ള അല്ല, വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, സോ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള അതിന് നിങ്ങൾ നന്ദി പറഞ്ഞിരിക്കുക, ഡെയിലി നന്ദി പറയുക. ഓക്കെ, ആൻഡ് ഓപ്പണിംഗ് ടു ഡിസ്കവറി, നിങ്ങൾ കൂടുതൽ വേറെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള വേറെ കാര്യങ്ങൾ ഇനിയും ഉണ്ട്, അതൊക്കെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ അന്വേഷിക്കുക, കണ്ടുപിടിക്കുക, സ്ട്രെങ്ത് വയ്ക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾ വരിക. വേക്കിംഗ് ദ ലയൺ എന്നാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുമ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ പിടിച്ച് കുലുക്കി നിങ്ങളെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ്. ഓക്കെ, നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിലെ സിംഹത്തിനെ ഉണർത്തി വിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ പവറിലേക്ക് വരും എന്ന് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് നിങ്ങൾ ബിയോണ്ട് ഓർഡിനറി ആണെന്നാണ് പറയുന്നത്. സോ ശരിക്കും നിങ്ങളുടെ ഒരു സാധാ ഒരു വ്യക്തിയെ പോലെ നിങ്ങൾ ജീവിക്കേണ്ട വ്യക്തിയല്ല. അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാം, ആൻഡ് നിങ്ങൾക്ക് അതിന് സാധിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഹയർ വ്യൂ ആൻഡ് ഗ്രേറ്റ് ബിഗ് ലവ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മാച്ച് ആവാം. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, എന്തൊക്കെയുണ്ട്, യൂണിവേഴ്സ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് കൂടി പറഞ്ഞേക്കാം. 43, 34 രണ്ടും മിറർ നമ്പേഴ്സാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ താങ്ക്സ് പറയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങളുടെ കയ്യിലുള്ള 1 രൂപയ്ക്ക് നിങ്ങൾ നന്ദി പറഞ്ഞാൽ യൂണിവേഴ്സ് അത് 100 നിങ്ങൾക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് ഉണ്ടാവാറ്. ഓക്കെ, നിങ്ങൾ ആ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു തുടങ്ങുക എപ്പോഴും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ ഇത് മിറർ നമ്പേഴ്സായിട്ട് വന്നിട്ടുണ്ട്. സോ അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരും എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, 43, 34
19, 12, 45. ഓക്കെ, ഇവിടെ 41 ഒക്കെ ഉണ്ട്. ഓക്കെ, എല്ലാം 444 കുറേ ഉണ്ട് അല്ലേ? ഓക്കെ, സോ 7 അഗെയിൻ 7 ലക്കി നമ്പറാണ്, നമ്മൾ 7 എന്ന് പറയാറുണ്ട് അല്ലേ? ഓക്കെ, 10, സോ 1, 3, 9 ഒക്കെയാണ് ഇവിടെ നമ്പേഴ്സ്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.